ആരിഫ് സാർ നമസ്കാരം. നമ്മുടെ മതേതരത്വം അല്ലെങ്കിൽ എന്താണ് ഭരണഘടനയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഭരണകൂടത്തിന് മതമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭരണഘടന ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിൽ, ഒരു മാനേജ്മെന്റ് സ്കൂളിൽ അതായത് അവിടുത്തെ കെട്ടിടം പണി തീർന്നപ്പോൾ രാത്രി അവിടെ ഒരു ഗണപതി ഹോമം നടന്നു. ആ ഗണപതി ഹോമം നടന്നപ്പോൾ അവിടെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരും CPM പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് അവിടത്തേക്ക് പ്രകടനം നടത്തുകയും ആ മാനേജരെ അറസ്റ്റ് ചെയ്യുകയും ആ രീതിയിലേക്ക് പ്രശ്നത്തെ വല്ലാതെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയും ചെയ്തു. ഇതേ ഒരു സംഭവം വെച്ചുകൊണ്ട് ഇന്നലെ, അതായത് കായംകുളത്ത് ഒരു സർക്കാരിൻ്റെ ഹെൽത്ത് സെന്റർ, എനിക്ക് തോന്നുന്നു ഒരു വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ അവിടുത്തെ ഒരു മുസ്ലിം മത പണ്ഡിതന്റെ പ്രാർത്ഥനയോടുകൂടി, അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ പ്രാർത്ഥനയോട് കൂടിയാണ് അവിടുത്തെ ആ ഒരു സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി സജി ചെറിയാനാണ്. അതുപോലെ തന്നെ കായംകുളത്തെ MLA ആയിട്ടുള്ള പ്രതിഭ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഇത്തരത്തിൽ മതത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത്തരമൊരു കാര്യം നടത്തിയിട്ട് അന്ന് പ്രതിഷേധിച്ച DYFIയോ CPMോ അല്ലെങ്കിൽ ഇടതു മതേതര പുരോഗമന കക്ഷികളോ ഒന്നും തന്നെ കാണുന്നില്ല. ഇന്നലെയൊക്കെ ഈ വാർത്ത വന്നു, ആരും ശബ്ദിക്കുന്നില്ല, എല്ലാവരെയും ശബ്ദം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നു. സാറിന് എന്താ തോന്നുന്നത്? ഇന്നലെ ഇത് സംബന്ധിച്ച് മറ്റൊരു ചാനലിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അതിലും ഈ കായംകുളം അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരൊരു ഇടതുപക്ഷത്തിന്റെ ആളും കൂടിയാണ്. അപ്പൊ അവര് പറഞ്ഞത്, ഇത് ഹോമം പോലെ അല്ലല്ലോ, ഇത് വെറും 2 മിനിറ്റ് നീണ്ടു നിന്ന ഒരു പ്രാർത്ഥന മാത്രമല്ലേ, അതിനെന്താ ഇത്ര വലിയ പ്രശ്നമാക്കണം, എന്തിനാണ്, അത് ഒരു പ്രാദേശിക വിഷയമല്ലേ എന്നൊക്കെയാണ് അവര് ഇന്നലെ നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചു, അതായത് 2 മിനിറ്റ് ആണോ 10 മിനിറ്റ് ആണോ 1 മണിക്കൂറാണോ എന്നുള്ളതല്ല ഇതിലെ വിഷയം. ഇത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ മതപരമായിട്ടുള്ള ചടങ്ങ് പാടില്ല എന്നുള്ള ഒരു മാനദണ്ഡം, അത് ഇവിടെ ആദ്യമായിട്ട് പ്രകടിപ്പിച്ച് അതിന് മുന്നോട്ട് വന്നത് ആരാണ്? അതും ഇടതുപക്ഷം തന്നെയാണ്. ഈ പറയുന്ന കോഴിക്കോട് ഉണ്ടായിട്ടുള്ള വിഷയം അതാണ് നമുക്ക് സൂചന തരുന്നത്. പക്ഷെ അതൊരു മാനേജ്മെന്റ് സ്കൂളാണ് എന്ന് വെച്ചാൽ അതിന്റെ ഓണർഷിപ്പ് സർക്കാരിനല്ല. എന്നിട്ട് പോലും അതിനകത്ത് അങ്ങനെ ചെയ്യുമ്പോൾ, ഇവിടെ പൂർണ്ണമായിട്ടും സർക്കാരിന്റെ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ ഒരു മത ചടങ്ങ് നടക്കുമ്പോൾ, അത് 1 മിനിറ്റ് ആയാലും 10 സെക്കൻഡ് ആയാലും അത് പാടില്ല എന്ന് പറയേണ്ട ആളുകൾ അവര് ഇപ്പൊ കാണിക്കുന്നത് ഇത് 1 മിനിറ്റ് അല്ലേ 2 മിനിറ്റ് അല്ലേ, ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, മതചടങ്ങുകൾ പാടില്ല എന്നുള്ള ഇതിനേക്കാൾ അപ്പുറം ഇത് കാണുമ്പോൾ അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വേളയിൽ അതിനൊരു പക്ഷാഘാതം ബാധിക്കുന്നു. ഈ നവോത്ഥാന പ്രവർത്തനമൊക്കെ കാണിക്കുന്ന സമയത്ത് അതിനൊരു സ്ട്രോക്ക് വന്ന എഫക്റ്റാണ് സത്യത്തിൽ ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നല്ല, അത് ദോഷമാണ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു പക്ഷാഘാതം പിടിച്ച നവോത്ഥാന ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ വലതുപക്ഷത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരത് മനസ്സിലാക്കുന്നില്ല. എന്ന് വെച്ചാൽ BJPയുടെ വളർച്ചയെ തടയണം എന്നൊക്കെ അവർ വലിയ ആഗ്രഹമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ മുഴുവൻ BJPക്ക് വളമാകുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഒരു സാധാരണ നമ്മൾക്ക് എടുത്തു പറയുന്ന ഒരു വിഷയമുണ്ട്. ഈ മതപരമായ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സമൂഹത്തിൽ മതം കുത്തി ഇറക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഒരു മതമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം. അങ്ങനെയുള്ള മതത്തിന്റെ രീതികൾക്ക് വലിയ തോതിലൊരു കൺട്രോൾ, ഒരു വലിയ തോതിലുള്ള ഒരു കൂച്ചുബലം കിടപ്പെടുന്ന ഒരു അവസ്ഥ, അത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാൻ അതിന്റെ ഡെഫിനിഷനാണ് പറഞ്ഞത്. പച്ച മലയാളത്തിൽ ഒറ്റ വാക്കിൽ പറയുന്നത് വേറെ വാക്കാണ്, അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു കുഴി അത് ഇന്ത്യയിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോ ഈ പ്രാർത്ഥന നമ്മൾ കാണുന്നു, അതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച വരുമ്പോൾ നമ്മളിവിടെ കാണുന്ന എന്താണ്? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഇവിടെ തടയപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതല്ലാതെ തിരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും എന്നല്ല ഇവിടെ നമ്മൾ പറഞ്ഞു കാണുന്നത്. അതായത് ഇപ്പുറത്ത് ഒരു ഹിന്ദു മതത്തിന്റെ ആചാരത്തെ തടയപ്പെട്ടപ്പോൾ അതേപോലെ നിങ്ങളെയും തടയണം എന്നാണ് പറയുന്നത്. ഇവിടെ ആരും പ്രാർത്ഥിക്കരുത് എന്നാണ് ഇവിടെ ഈ പറയുന്ന വശം പറയുന്നത്. ഇതാണ് ഇതിലെ ഒരു പ്രധാന പ്രശ്നമായിട്ട് മാറുക. കാരണം അത് അങ്ങനെ ഒരു നിലപാട് വെക്കാൻ അത് ഇസ്ലാം മത പക്ഷത്തിനാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളും പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്. അപ്പൊ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അങ്ങനെ ഒരു അസന്നിഗ്ധ ഘട്ടം വന്നു കഴിയുമ്പോൾ അവിടെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തൽക്കാലം നമുക്ക് മതത്തെ മാറ്റിവെക്കാം
എന്നൊരു നിലപാട് എടുക്കാൻ നിർബന്ധിക്കാൻ അത് ഇന്ത്യയിലാണ് സാധിക്കുക. ആ ഒരു നിർബന്ധത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വരും ഇത്തരത്തിലുള്ള ഇസ്ലാമിക പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അത്തരത്തിലുള്ള ഒരു കുഴി അത് ഇന്ത്യയിലാണ് ഉള്ളത്. അപ്പൊ ഇത് ഒരു മതേതരവൽക്കരണത്തിന്റെ ജനാധിപത്യ രീതിയിലുള്ള സംഭാഷണങ്ങൾ, ചർച്ചകൾ, ഡിബേറ്റ്സ് ഒക്കെ നടത്തി ഇത് കൂടുതൽ വ്യാപകമാകുമ്പോൾ ഇത് ഭാവിയിൽ ഇത് ഉണ്ടാകാനുള്ള പ്രവണത കുറയും. പക്ഷെ ആ പ്രവൃത്തിയിൽ ഇടതുപക്ഷത്തിന് യാതൊരു പങ്കും ഉണ്ടാവില്ല. അവർ ഈ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ഇവിടെ വലതുപക്ഷത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു റോള് മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നതാണ് അവിടെ നമുക്ക് കാണാം. ഈ ശശി തരൂർ, അതായത് ഈ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട് പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമം കോഴിക്കോട് കടപ്പുറത്ത് നടത്തുന്നതിൻ്റെ ഒരു ദിവസം മുമ്പെങ്ങാൻ ശശി തരൂർ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞത്, ഹമാസിനെ പറ്റിയുള്ള ഒരു ചോദ്യത്തിന് പറഞ്ഞത് പാലസ്തീന് നീതി കിട്ടണം, പക്ഷേ ഹമാസ് ഒരു ഭീകര സംഘടനയാണ്, ഹമാസിനെ അനുകൂലിക്കാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറഞ്ഞ ശശി തരൂരിനെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണമാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിൻ്റെ അണികളുടെ ഭാഗത്തു നിന്നും SDP ഭാഗത്തു നിന്നും എല്ലാവരും കൂടി അതിനെ എതിർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി. രണ്ടാമത് എന്ന് പറയുന്നത് നൂപൂർ ശർമ്മ എന്ന് പറയുന്ന BJPയുടെ ഒരു നേതാവ് ഈ പറയുന്ന എന്താണ് ഈ ഖുറാനിലെ ഒരു കാര്യം പറഞ്ഞതിന്, ഒരു ഉപമ, ഒരു ഉദാഹരണ സഹിതം പറഞ്ഞതിന് ഈ എന്താണ് പ്രവാചകനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഇവിടുത്തെ ഇടതുപക്ഷം വരെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ മറുഭാഗത്ത് ഇസ്ലാമിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ, ഇസ്ലാം സംബന്ധമായിട്ട് ഉള്ള ആചാരങ്ങൾ പൊതു രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദു സംബന്ധമായിട്ടുള്ള ദൈവങ്ങളെയോ അല്ലെങ്കിൽ മറ്റാളുകളെയോ ഒക്കെ പറയുമ്പോൾ, ഗണപതി മിത്താണെന്ന് പറയുമ്പോൾ, ഇതിനൊന്നും ആവശ്യത്തിനുള്ള ഒരു പ്രതികരണമോ പ്രതിഷേധമോ ഒന്നും തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് കാണുന്നുമില്ല. അതായത് പ്രത്യക്ഷത്തിൽ പറയുകയാണെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, അതുവരെ ഉള്ളൂ ഞങ്ങളുടെ മതേതരത്വം എന്ന് ഇവർ എടുത്തെടുത്ത് കാണിക്കുകയല്ലേ. ഒരു പ്രധാന വശം അത് തന്നെയാണെന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. അതായത് അവര് നിലനിൽക്കുന്നത് തന്നെ ഈ സംഘപരിവാർ വിരുദ്ധത, BJPയെ എതിർക്കുക എന്ന ഒരു കുലത്തൊഴിലും വെച്ചിട്ടാണ് അവരുടെ രാഷ്ട്രീയ ഭാവി പോലും ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോ അത് റെലവന്റ് ആക്കി നിർത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതാണ് അതിൽ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പറയുന്ന ഹിന്ദുമത വിമർശനം എന്ന് പറയുന്നത്. അതിനിപ്പോ പ്രത്യേകിച്ച് വലിയ ബുദ്ധിരാക്ഷസനാവണമെന്നോ അല്ലെങ്കിൽ വലിയ നവോത്ഥാന നായകനാകണമെന്നൊന്നുമില്ല. ഏത് റോട്ടിൽ കൂടെ പോണ ഒരു കുട്ടീനെ വിളിച്ചിട്ട് രണ്ടെണ്ണം ഏതെങ്കിലും ഒരു മതത്തെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അവൻ ആദ്യം പറയുക ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും. അപ്പോ യഥാർത്ഥത്തിൽ ഈ മതം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് അതിനകത്തൊരു വിമർശനം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ അത് കാണാനില്ല. നമ്മൾ ഇതൊക്കെ പറയുന്നു, സ്വന്തം മകളെയും മരുമകനെയും വ്യഭിചാരികൾ എന്ന് ഇവിടെ വിളിച്ചിട്ട് അതിനെതിരെ പോലും അവർക്ക് എന്തെങ്കിലും പറയാൻ തോന്നിയോ? അങ്ങനെ ഒരു ഏതെങ്കിലും വിധേന ആ പറഞ്ഞ ആളുകൾക്കെതിരെ എന്തെങ്കിലും, മുസ്ലിം ലീഗിന്റെ നേതാവാണ് ആ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ മകൾക്കും മരുമകനെതിരെ പറഞ്ഞ കാര്യമാണ്. അവരെ അങ്ങനെ കല്യാണം കഴിച്ച വേളയിൽ അത് വ്യഭിചാരമാണ് എന്ന് ഇവിടെ സൂചിപ്പിച്ച് അവര് അത് പ്രസംഗിച്ച് നടന്നപ്പോൾ അതിലൊരു പ്രശ്നം അവർക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അത് അവരുടെ മതനിയമമല്ലേ പറഞ്ഞത് എന്ന്, ഞങ്ങളുടെ മതനിയമമാണല്ലോ പറഞ്ഞത് എന്ന് കല്ലായി അബ്ദുറഹ്മാൻ എന്ന് പറയുമ്പോൾ അതൊക്കെ അത് അവരുടെ മതനിയമമാണ്, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഗോപാലകൃഷ്ണൻ ക്ഷമിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് ഇവർ ധരിക്കുന്നത്. ഇത് ലോകത്തുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇത് ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഹിന്ദുമത വിമർശനം. അതേസമയം ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞാൽ കയ്യോ തലയോ ഒക്കെ പോകാനുള്ള അവസ്ഥ ഉണ്ട്, വോട്ടും പോകും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത് ഇന്ന് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വേറെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള ആ ഒരു ധാരണയിൽ അവർ ചെയ്തു കൂട്ടുമ്പോൾ സത്യത്തിൽ അവരുടെ കുഴി തന്നെയാണ് ഈ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. അത് കൂടുതൽ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ഹിന്ദുക്കളെ പോലും കൂടുതൽ തീവ്രമായ ഈ വലതുപക്ഷത്തേക്ക് കൊണ്ടെത്തിക്കുന്നതിനും അത് ഒടുവിൽ അത് BJPയുടെ തന്നെ വളർച്ചയ്ക്കാണ് അത് വഴിവെക്കുക. അതാണ് ഇവർക്ക് മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ BJPക്ക് 5 പൈസയുടെ ചെലവില്ലാത്ത മാർക്കറ്റിംഗ് ആണ് ഈ ഇടതുപക്ഷത്തോട് ചെയ്തു കൊടുക്കുന്നതെന്ന് വേണം പച്ചയ്ക്ക് പറയാൻ. അതെ, അത് വളരെ ശരിയാണ്. കാരണം BJP പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ തന്നെ ഇവിടെ എന്താണ് BJPയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ സംസ്ഥാന തലത്തിലും അങ്ങനെ സംഘടനാ തലത്തിലും ഒക്കെ. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നടത്തി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ മുക്കാൽ മണ്ണിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് നടത്തി കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ നമ്മുടെ ജോസഫ് പറയാം, ആശയപരമായിട്ട് വലിയൊരു സ്വാധീനം
BJPക്ക് സത്യത്തിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇവർ ഈ പണി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആശയപരമായിട്ട് ആളുകൾ BJPയിലേക്ക് എത്തിക്കും. രാഷ്ട്രീയപരമായിട്ട് ആളുകൾ വ്യത്യസ്തമായ നിലപാടുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ആശയപരമായിട്ട് അവർക്ക് കൂടുതൽ ചായ്വ് അതിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ അന്ന് അധികാരത്തിലുള്ളവരും അല്ലാത്തവരും ഒക്കെ തന്നെ കാണിച്ച കുറേ കാര്യങ്ങൾ നമുക്കറിയാം. അദ്ദേഹം അവസാനം പറഞ്ഞത്, എനിക്കൊരു ഭാഗത്തു നിന്നും നീതി കിട്ടിയില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം പോയിട്ടും ഇവിടുത്തെ ഈ വലിയ മതേതരത്വം പറയുന്ന ആളുകൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാനോ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം കൊണ്ടുവരാനോ അദ്ദേഹത്തെ ഇപ്പോഴും ആ ഒരു കാര്യം പറഞ്ഞൊരു വേദിയിൽ പങ്കെടുപ്പിക്കാനോ ഉള്ള ധൈര്യം ഇവിടുത്തെ പല പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല എന്നതുകൂടി ഒരു ശരിയായ കാര്യമല്ലേ? നമ്മുടെ സമയം അവസാനിക്കാറായി. വളരെ ചുരുങ്ങിയ വാക്കുകൾ. യെസ്, തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നം തന്നെയാണ്. അത് അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി അഥവാ അങ്ങനെ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ, ഈ അടുത്ത് BJPയുടെ ഒരു ഫംഗ്ഷനിൽ ജോസഫ് മാഷ്ക്ക് ഒരു സ്വീകരണം കൊടുക്കണ്ടായി. ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഭരണഘടനാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അവർക്ക് അങ്ങനെ സ്വീകരണം കൊടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ആ കൊടുത്തതിന്റെ പേരിൽ അവിടെ നമ്മൾ കണ്ടത് ജോസഫ് മാഷെ BJPക്കാരനാക്കി ചിത്രീകരിച്ച് ജോസഫ് മാഷെ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവര് രാവിലെ മുതൽ വൈകിട്ട് വരെ അയിത്തം, അതുപോലെ ഉച്ചനീചത്വം എന്ന് പറയുന്ന സംഗതികൾക്കെതിരെ അവര് ഓരോരം പ്രസംഗിക്കുകയും എന്നിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള അയിത്തവും രാഷ്ട്രീയപരമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളും വെച്ചുകൊണ്ട് അവിടെ വേർതിരിച്ച് ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജോസഫ് മാഷ വിഷയത്തിൽ പോലും കണ്ടു. അങ്ങനെ ഒരു ഇസ്ലാമിന്റെ ഭീകരതയുടെ ഇരയായിട്ടുള്ള ജോസഫ് മാഷെ പോലും ഇസ്ലാമോഫോബിയ പടർത്തുന്നവരാണ് എന്ന് ചിത്രീകരിക്കാനാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് സാധിച്ചത്. അത് പറയുമ്പോൾ സത്യത്തിൽ ആദ്യം അവർ ആ ജോസഫ് മാഷോട് അത് ഒന്ന് പറഞ്ഞ് ഇസ്ലാമോഫോബിയ എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊന്ന് ജോസഫ് മാഷോടെങ്കിലും ഒന്ന് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും സജി ചെറിയാൻ ഉൾപ്പെടെ പ്രതിഭ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഉദ്ഘാടനത്തിന് നിന്നതും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചതും. അത് എത്രത്തോളം ശരിയാണെന്നും അതിലെ നിയമവശം എത്രത്തോളം ഉണ്ടെന്നും സർക്കാർ കൃത്യമായി അന്വേഷിച്ച് ഒരു നടപടിയൊക്കെ സ്വീകരിക്കുമെന്ന് വെറുതെയെങ്കിലും നമുക്ക് സ്വപ്നം കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.